ലോക്സഭയിൽ ന്യായത്തിനു വേണ്ടി നരേന്ദ്രമോദി പോരാടുന്ന തിരക്കിൽ രാജ്യത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും അദ്ദേഹം കാണാതെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം യുപിയിലെ ഹത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും രാജ്യത്തലവൻ എത്തിയില്ല. എന്നാൽ ഒരു 100 കാര്യങ്ങൾ മാറ്റിവെച്ച് ഹത്രാസിൽ മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഓടിയെത്തി. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഹത്രാസിൽ എത്തിയത്. ദുരന്തത്തിൽ പരിക്കേറ്റവരുമായും രാഹുൽ സംസാരിച്ചു. പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുലർച്ചെ 5:10 രാഹുൽ ഡൽഹിയിൽ നിന്നും ഹത്രാസിലേക്ക് പുറപ്പെട്ടത്. അഖിലേഷ് യാദവും ഒപ്പമുണ്ടായിരുന്നു. രാവിലെ 7:15 രാഹുൽ അലിഗഡിലെ പിലകന ഗ്രാമത്തിലെത്തി. പിന്നീട് വൈഭവ് നഗർ മേഖലയിലും സന്ദർശിച്ചു. പാർട്ടിയുടെ സഹായത്തോടെ ഞങ്ങളെ സഹായിക്കുമെന്ന് രാഹുൽ ഉറപ്പു നൽകിയതായി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഹത്രാസ് അപകടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ പരിപാടിയുടെ സംഘാടകർ എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പ്രധാന പ്രതി ദേവ് പ്രകാശ് മധുകറിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം. ഇയാളെ കണ്ടെത്തുന്നവർക്ക് പോലീസ് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് സമർപ്പിച്ച എഫ്ഐആറിൽ എവിടെയും ദുരന്തത്തിന് കാരണമായ സംഘടിപ്പിച്ച സ്വയം പ്രഖ്യാപിത ആൾദൈവം ഭോലെ ബാബയുടെ പേരില്ല. ആവശ്യമെങ്കിൽ മാത്രം ഇയാളെ ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസ് ഇയാളെ കാണാനായി മെയിൻപുരിയിലെ ആശ്രമത്തിലേക്ക് ചെന്നുവെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 122 പേരായിരുന്നു ഹത്രാസ് ദുരന്തത്തിൽ മരിച്ചത്. പരിപാടി കഴിഞ്ഞ് ഭോലെ ബാബ പോകാൻ തയ്യാറെടുത്തപ്പോൾ ഉണ്ടായ തിക്കും തിരക്കുമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. ഇയാൾ വണ്ടി എടുത്ത ശേഷം ആളുകളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഉയർന്ന പൊടി ശേഖരിക്കാൻ തിക്കും തിരക്കും കൂട്ടി. ഇതാണ് വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. 80,000 പേർക്ക് മാത്രം അനുമതി വാങ്ങിയ പരിപാടിയിൽ പങ്കെടുത്തത് 2.5 ലക്ഷത്തോളം ആളുകളാണ്. ഇതും ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത്. ദുരന്തത്തിൽ മരണനിരക്ക് 121 ആയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലായും മരിച്ചത്. മരിച്ചവരിൽ 6 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് യോഗി പറയുന്നത്. 4 പേർ ഹരിയാനയിൽ നിന്നുള്ളവരും ഓരോ ആളുകൾ വീതം മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ ഇതിൽ അന്വേഷിക്കപ്പെടാനുണ്ട്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും യോഗി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു അപകടമാണോ അതല്ലെങ്കിൽ ഗൂഢാലോചനയാണോ എന്നെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തും. അപകടത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. ഈ വിഷയത്തിൽ സർക്കാരിന് മൃദു മനോഭാവമില്ല. എന്നാൽ പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. അവർ ഇരകളോട് സഹതാപം കാണിക്കേണ്ട സമയമാണെന്നും അവർ ഈ സമയം രാഷ്ട്രീയം കളിക്കുന്നത് അപലപനീയമാണെന്നും യോഗി പറഞ്ഞു വെക്കുന്നു. ഭോലെ ബാബ എന്ന മതപ്രഭാഷകൻ സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ നിരവധി പേർ അദ്ദേഹത്തിന്റെ പാദം സ്പർശിക്കാനായി ഓടിയെത്തിയപ്പോൾ സേവാദറുമാർ തടഞ്ഞിരുന്നു. ആ സമയത്താണ് ദുരന്തമുണ്ടായതെന്നാണ് യോഗി പറയുന്നത്. നേരത്തെ സംഘാടകരെ കേസിൽ പ്രതി ചേർത്തിരുന്നു. ഇവർ തെളിവുകൾ ഒളിപ്പിച്ചു വെച്ചെന്നും അനുവദിച്ചതിലും കൂടുതൽ ആളുകളെ ഇവർ പ്രവേശിപ്പിച്ചുവെന്നും പോലീസ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറിയും DGPയും അപകട സ്ഥലത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്തിരുന്നത്. മന്ത്രിമാരായ ചൗധരി ലക്ഷ്മി നാരായൺ, സന്ദീപ് സിംഗ്, അസീം അരുൺ എന്നിവരും പരിക്കേറ്റവർക്ക് സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇത്രയൊക്കെയായിട്ടും നരേന്ദ്രമോദി ഹത്രാസിലേക്ക് എത്താത്തത് വലിയ ചർച്ചാ വിഷയം തന്നെയായിട്ടുണ്ട്.